ജനുവരി 31 ശനിയാഴ്ച. മാർക്കോസ് 4:35 മുതൽ 41 വരെ വാക്യങ്ങൾ. ജോൺ ന്യൂട്ടൺ ഒരു അടിമക്കച്ചവടക്കാരനായിരുന്നു. ഒരു രാത്രിയിൽ ശക്തമായൊരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിന്റെ കപ്പലിനെ മരക്കൂടങ്ങൾ പോലെ ആടിയുലച്ചു. ന്യൂട്ടൺ പരിഭ്രാന്തനായി ദൈവത്തോട് നിലവിളിച്ചു, ഈ കൊടുങ്കാറ്റിലൂടെ നീ ഞങ്ങളെ സുരക്ഷിതമായി രക്ഷിച്ചാൽ ഞാൻ ഈ ജോലി നിർത്തി അങ്ങയുടെ അടിമയാകും. കപ്പൽ കൊടുങ്കാറ്റിനെ അതിജീവിച്ചു. ന്യൂട്ടൺ തന്റെ വാഗ്ദാനം പാലിച്ചു. പിന്നീട് ഒരു സുവിശേഷ ശുശ്രൂഷകൻ എന്ന നിലയിൽ തന്റെ മാനസാന്തരം ആഘോഷിക്കുന്നതിനായി അദ്ദേഹം ഈ ഗാനത്തിന് വരികൾ എഴുതി. Amazing grace, how sweet the sound that saved a wretch like me. അത്ഭുതകരമായ കൃപ, എന്നെ പോലുള്ള ഒരു നികൃഷ്ടനെ രക്ഷിച്ച ശബ്ദം എത്ര മധുരമാണ്. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ കണ്ടെത്തി. ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചു. ഇന്നത്തെ വായനയിലെ ശിഷ്യന്മാരെ പോലെ കൊടുങ്കാറ്റിന്റെ സമയത്താണ് ന്യൂട്ടൻ ഒരു വലിയ സത്യം പഠിച്ചത്. യേശു എപ്പോഴും നമ്മെ സഹായിക്കാൻ തയ്യാറാണ്. ഒന്ന് അവനെ വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി. യേശുവിന്റെ ദിവ്യ അധികാരവും പ്രകൃതിയുടെ മേലുള്ള ആധിപത്യവും ഇന്നത്തെ സുവിശേഷ വാക്കുകളിൽ പ്രകടമാണ്. ഒരു ഭയങ്കര കൊടുങ്കാറ്റിനെ നേരിടുമ്പോൾ അവൻ തന്റെ നിയന്ത്രണവും ശാന്തിയും പ്രകടിപ്പിക്കുന്നു. അത് തന്റെ അമാനുഷിക കഴിവുകൾ മാത്രമല്ല, ശിഷ്യന്മാരുടെ ക്ഷേമത്തോടുള്ള കരുതലും ആയിരുന്നു. ലോകത്തിലെ കുഴപ്പങ്ങൾക്ക് സമാധാനവും ക്രമവും കൊണ്ടുവരാൻ കഴിയുന്ന ആത്യന്തിക ശക്തിയായി യേശു തന്റെ ശക്തി പ്രദർശിപ്പിക്കുന്നു. ഏതാനും വാക്കുകൾ കൊണ്ട് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിലും യേശുവിലുള്ള വിശ്വാസത്തിന് ശാന്തത കൈവരിക്കാൻ കഴിയുമെന്ന ആശയം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ അത്ഭുതം തന്റെ ശിഷ്യന്മാർക്കും അത് കാണുന്ന എല്ലാവർക്കും ഒരു സാക്ഷ്യമായി വർത്തിക്കുന്നു. ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായതോ അല്ലെങ്കിൽ വളരെ ഹൃദയഭേദകമായ ഒരു കൊടുങ്കാറ്റ് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. പ്രക്ഷുബ്ധതയുടെയും അനിശ്ചിതത്തിന്റെയും ഈ നിമിഷങ്ങളിലാണ് നമുക്ക് സമാധാനത്തിന്റെയും രോഗശാന്തിയുടെ ഉറവിടമായി യേശുവിനെ കാണാൻ കഴിയുക. ശിഷ്യന്മാർക്ക് വേണ്ടി കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയതുപോലെ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാനും ഉറപ്പും പ്രത്യാശയും നൽകാനും അവന് കഴിയും. ജീവിതത്തിന്റെ തിരമാലകൾ നമ്മെ ചുറ്റിപ്പറ്റി ആഞ്ഞടിക്കുമ്പോഴും യേശുവിന്റെ ശക്തിയിലും നന്മയിലും വിശ്വസിക്കാൻ ഈ സുവിശേഷ വചനങ്ങൾ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദരിദ്രരും അവഗണിക്കപ്പെട്ടവരുമായ യുവാക്കളെ സഹായിക്കുന്നതിനായി തന്റെ ജീവിതം സമർപ്പിച്ച ജോൺ ബോസ്കോ ഇറ്റലിയിലെ ടൂറിൻ എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. 1815 ഒരു എളിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. നിരവധി കഷ്ടപ്പാടുകൾ നേരിട്ടു. ദൈവത്തോടുള്ള ആഴമായ സ്നേഹവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ശക്തമായ ആഗ്രഹവും ചെറുപ്പത്തിൽ തന്നെ ജോണിനുണ്ടായിരുന്നു. പ്രായമായപ്പോൾ ഒരു പുരോഹിതനാകാനും യുവാക്കളോടൊപ്പം പ്രവർത്തിക്കാനും ജോൺ നിശ്ചയിച്ചു. ജോൺ ബോസ്കോയുടെ പ്രവർത്തനങ്ങൾ പലരെയും പ്രചോദിപ്പിച്ചു. യുവാക്കളെ സഹായിക്കുമെന്ന് തന്റെ ദൗത്യം തുടരുന്നതിനായി അദ്ദേഹം സലേഷ്യൻ സന്യാസസഭ രൂപീകരിച്ചു. അദ്ദേഹത്തിന്റെ സ്വാധീനം ലോകമെമ്പാടും വ്യാപിച്ചു.
ഇന്ന് യുവാക്കളുടെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും രക്ഷാധികാരിയെ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. സ്നേഹം, വിശ്വാസം, സമർപ്പണം എന്നിവയ്ക്ക് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ജോൺ ബോസ്കോ തൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും കാണിച്ചു തരുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമുദ്രങ്ങൾ ഉയരുകയും ഇടിമുഴക്കം മുഴങ്ങുകയും ചെയ്യുമ്പോൾ ഞാൻ നിന്നോടൊപ്പം കൊടുങ്കാറ്റിന് മുകളിൽ ഉയരും പിതാവേ. വെള്ളപ്പൊക്കത്തിന് മീതെ നീ രാജാവാണ്, നീ ദൈവമാണെന്ന് ഞാൻ എപ്പോഴും അറിയും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.